ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിയാസ് ക്രിയേഷൻ. എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി, കൃഷ്ണ ജയന്തി വരുന്നുണ്ടല്ലോ, കൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായിട്ട് നമുക്കൊരു അവൽ പായസം ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്ക് അവൽ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് അളവ് വന്നിട്ട് നമുക്ക് 1 ലിറ്ററാണ്. അത് കുറച്ച് ഫാറ്റുള്ള പാലായിരുന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ പാല് കാച്ചാൻ വേണ്ടി ഒരു പ്രഷർ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം കുക്കറിലാണ് ഇപ്പോൾ പാല് കാച്ചാൻ പോകുന്നത്. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിലൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് പ്രഷർ കുക്കറിൽ എന്തിനാണ് പാൽ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടല്ലോ, അമ്പലത്തിലൊക്കെ അമ്പലപ്പുഴ പായസമൊക്കെ ഒരു പിങ്ക് കളർ ഷെയ്ഡ് കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ പ്രഷർ കുക്കറിൽ പാല് കാച്ചാൻ പോകുന്നത്. അപ്പം അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. പാലൊഴിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഇത് നമുക്കൊരു തവി കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം, ഇല്ലെങ്കിൽ പാല് ചിലപ്പം ആണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇളക്കി കൊടുത്താൽ ആണ പിടിക്കില്ല. നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വയ്ക്കാം, തിളക്കട്ടെ. അപ്പോൾ ഈ രീതിയിലുള്ള പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വലിയ കുക്കറായിട്ട് എടുത്താൽ കൊള്ളായിരുന്നു. ഞാൻ ഒരു 5 ലിറ്റർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ കുക്കറിനെയും കാട്ടിലും വലിയ കുക്കറാകുമ്പോൾ നമുക്ക് പേടിക്കണ്ട. അപ്പം പാല് നല്ല തിളയ്ക്കാൻ തുടങ്ങി, നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. അടപ്പിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ഗ്യാസ്കറ്റൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെയിറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തിളച്ചു, അതിനുശേഷം ഫ്ലെയിം വന്നിട്ട് ലോയിലിരുന്ന് മീഡിയം വരെ അതിൻ്റെ അകത്തോട്ട് ഇരുന്ന് നിൽക്കണം. കൂടുതൽ സിം ആവണ്ട, അതിൻ്റെ അകത്തോട്ടുള്ള പ്രഷർ കുറച്ച് ഒന്ന് തിളക്കണം. ഇതിലിരുന്ന് നിൽക്കണം. അപ്പം ലോയിലിരുന്ന് മീഡിയം അതിൻ്റെ അകത്തോട്ട് ഫ്ലെയിം വച്ചിട്ട് 1 മണിക്കൂർ അങ്ങനെ വിട്ടേക്കണം. അതിൽ തന്നെ വെച്ചേക്കണം. ഒരു ചെറിയൊരു സൗണ്ട് മാത്രം കേൾക്കും. അത് അങ്ങനെ ഇരിക്കട്ട്, വിസിൽ വരണ്ട. അപ്പം നമുക്ക് പ്രഷർ കുക്കർ ഓഫ് ചെയ്യാനുള്ള സമയം ആയി. 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ തുറന്നു നോക്കാൻ പാടില്ല. അതും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കണം. അപ്പം തീ ഓൺ ഇരിക്കുമ്പോഴും 1 മണിക്കൂർ, തീ ഓഫ് ചെയ്തതിന് ശേഷവും 1 മണിക്കൂർ, ടോട്ടൽ 2 മണിക്കൂർ ആ പ്രഷർ കുക്കർ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് പിങ്ക് കളർ പാല് വന്നിട്ടുണ്ട്. പായസം ആയിട്ടില്ല, പാല് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ഇത് പിങ്ക് പാല്, പിങ്കും പറഞ്ഞ് ഇത് ശരിക്കും പിങ്ക് അല്ല, പീച്ച് കളർ എന്നാണ് പറയേണ്ടത്. പീച്ച് കളർ പാല് നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പാല് ഞാൻ കുക്കറിലിരുന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ 1 കപ്പ് ചമ്പാവലാണ് എടുത്തിട്ടുള്ളത്. ചമ്പാവലാണ് ടേസ്റ്റും കുറച്ച് കട്ടിയും കാണും. വെള്ളാവിൽ കുഴപ്പമില്ല, പക്ഷെ കട്ടി കാണൂല, കുറച്ച് ടേസ്റ്റും കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് ചമ്പാവൽ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പം നമുക്ക് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഈ അവിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. കുറച്ച് സ്മെല്ലൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകണം. 2 വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കണം. അപ്പം അവല് നമ്മൾ 2-3 വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. നല്ല അഴുക്ക് കാണും, പിന്നെ പെട്ടെന്ന് കുതിർന്നൊന്നും പോകുന്നില്ല. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം അവല് നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളം തന്നെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പായസം വയ്ക്കണ പാത്രത്തിൽ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. പായസം വയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. എപ്പോഴും കട്ടിയുള്ള പാത്രമാണ് എടുക്കുന്നത് നല്ലത്.
അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിൽ അവിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് നെയ്യിലിട്ട് ഒന്ന് നല്ല ഇളക്കി കൊടുക്കാം. അപ്പം അവില് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അവിലിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ പാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഓർമ്മ വേണം. പിന്നെ പഞ്ചസാര കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറഞ്ഞാലും ഇടയ്ക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ പാല് ഈ മെത്തേഡിൽ നിന്ന് നമുക്ക് പിങ്ക് കളർ ആ ഷെയ്ഡിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ ആ ഗ്യാസ്കറ്റൊക്കെ ഒന്ന് ടൈറ്റായിട്ട് ഉണ്ടാകാൻ നോക്കണം. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഗ്യാസ്കറ്റ് ടൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആ കളർ കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ വിസിൽ വരാതിരിക്കാൻ നോക്കണം. ആ 1 മണിക്കൂറിൻ്റെ ആ ടൈം അങ്ങനെ ആയാൽ നമുക്ക് ഈ കളർ തീർച്ചയായിട്ടും കിട്ടും. അപ്പം പായസം നമുക്ക് ഈ അവില് മാത്രമല്ല, നമുക്ക് അരിയിട്ട് പാൽ പായസം വയ്ക്കുമല്ലോ, അതിൽ ഇതുപോലെ പിങ്ക് കളറിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അടപ്രഥമൻ, അതിൽ നമുക്ക് ഈ പാല് ഇതുപോലെ പീച്ച് കളറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അവിലും പഞ്ചസാരയും കൂടെ ചേർന്ന് നല്ല അരിഞ്ഞ് നല്ല വെന്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ആ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചാൽ മതി. അതെന്താന്ന് വെച്ചാൽ ഇപ്പം ഈ അവില് കുറച്ച് കട്ടിയായിട്ടുണ്ടല്ലോ, കട്ടയായിട്ട് ആ കട്ട ഒന്ന് മാറി കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് മറ്റേ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് കട്ടിയാവാൻ തുടങ്ങി ഈ മറ്റേ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് പാല് ഒന്ന് കട്ടിയായി തുടങ്ങിയില്ല, കുറച്ച് തിള വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് തോന്നും അവില് കുറവായിട്ടുണ്ട്, പാല് മാത്രമേ ഉള്ളൂ, വെള്ളം പോലെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ശരിയായിക്കോളും, കുറച്ചുകൂടെ ഒന്ന് കുറുകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരും. അപ്പം പായസം നല്ല കുറുകിയിട്ടുണ്ട്, അവിലും പാലും കൂടെ നല്ല കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മധുരമൊക്കെ നോക്കണം, പഞ്ചസാര ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റാണ്. അപ്പോൾ പായസം നമുക്ക് നല്ല തിളയ്ക്കുന്നുണ്ട്, നല്ല മണമാണ് ഇവിടെ, പായസത്തിൻ്റെ നല്ല മണം. പിന്നെ ഞാൻ ഇതിൽ ഏലക്കാപ്പൊടിയോ അണ്ടിപ്പരിപ്പോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ ലാസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഗാർണിഷിന് വേണ്ടി മാത്രം ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പായസം നല്ല ടേസ്റ്റി തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ്. നല്ല മണവും കളറിനെ പോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാത്തവരൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് സെർവ് ചെയ്യാം. കൃഷ്ണഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ വരുന്ന കൃഷ്ണ ജയന്തിക്ക് അവൻ പായസം ഉണ്ടാക്കി ആഘോഷിക്കും. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.